നമുക്കേവർക്കും അറിയാവുന്നതാണ് രണ്ടാം പിണറായി സർക്കാർ എങ്ങനെയാണ് അധികാരത്തിലെത്തിയെന്നുള്ളത്. ഒഴിച്ചുകൂടാൻ കഴിയാത്ത ജനങ്ങളുടെ വോട്ട് പെട്ടിയിലാക്കിയതിലുള്ള പ്രധാന ഘടകമെന്ന് പറയുന്നത് കിറ്റ് തന്നെയായിരുന്നു. കിറ്റ് കൊടുത്ത് വോട്ടാക്കി ഇപ്പോൾ കിറ്റെന്ന് പോയിട്ട് ആ വകുപ്പിനോട് തന്നെ ഏറ്റവും അധികം പുച്ഛവും അറപ്പും തോന്നുന്ന ഒരവസ്ഥയാണ് നിലവിൽ നമ്മുടെ ധനമന്ത്രിക്കും സർക്കാരിനുമുള്ളത്. അങ്ങനെ വേണം പറയേണ്ടത്. കാരണം കിറ്റ് കൊടുത്ത് വോട്ടാക്കി തന്ന ആ വകുപ്പിനെ തന്നെ ഇപ്പോൾ കറിവേപ്പിലേക്ക് സമമായി പരിഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്ന സർക്കാർ അവഗണന എന്ന് പറയുന്നത് പ്രത്യേകമായി എടുത്തു പറയേണ്ടത് CPI മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളിൽ തന്നെയായിരുന്നു. ഈ അവഗണനയിൽ നട്ടം തിരിയുന്ന സപ്ലൈകോ ഇനി കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം മാത്രമാണ് മുന്നിലുള്ളത്. അല്ലെങ്കിൽ കേന്ദ്രം സഹായിക്കേണ്ടി വരും. വിൽപ്പന കുറവുള്ള ഔട്ട്ലെറ്റുകൾ വളരെ വേഗത്തിൽ അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ചിലപ്പോൾ കടക്കേണ്ടി വരും. സ്ഥിതി പിടിച്ചു നിർത്താനായി ഒരുപക്ഷെ വിലക്കയറ്റം പോലും നാം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതാണ് മറ്റൊരു വസ്തുത. ലാഭകരമല്ലാതെ മുന്നോട്ട് പോകുന്ന ഔട്ട്ലെറ്റുകൾ കണ്ടെത്താൻ സപ്ലൈകോയുടെ ഭാഗത്തു നിന്നും ഒരു കണക്കെടുപ്പ് ആരംഭിച്ചുവെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ സപ്ലൈകോയോ ഭക്ഷ്യവകുപ്പിനെയോ രക്ഷിക്കാനുള്ള യാതൊരുവിധ പദ്ധതികളും കണ്ടിട്ടില്ല, പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ള പരാതി ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ പറയുന്നതനുസരിച്ച് സംസ്ഥാനത്ത് അരിവില കൂടാൻ ഒരു പക്ഷേ സാധ്യതയുണ്ട്. OMS അതായത് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിൽ സർക്കാരോ സർക്കാർ ഏജൻസികളെ പങ്കെടുക്കാൻ പാടില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നയം തീരുമാനിച്ചിരിക്കുന്നത്. ഈ വ്യവസ്ഥ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. സ്വകാര്യ കച്ചവടക്കാർക്കായിരിക്കും ഇനി മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്നത്. അതൊരു പക്ഷേ വിലക്കയറ്റം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. കേന്ദ്രം തന്നെ ഇടപെട്ട് ഈ നയത്തിൽ ഏതെങ്കിലും ഒരു ഭേദഗതിയോ മാറ്റമോ കൊണ്ടുവരാതെ ഒരു കാരണവശാലും വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണെന്നും മന്ത്രിയുടെ വാക്കുകളിലൂടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ബജറ്റിൽ ഭക്ഷ്യവകുപ്പിനുണ്ടായ അവഗണന എന്ന് പറയുന്നത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. ജനങ്ങളെ കൂടുതൽ ബജറ്റിൽ ഭക്ഷ്യവകുപ്പിനുണ്ടായതാകട്ടെ കടുത്ത അവഗണന തന്നെയായിരുന്നു. ജനങ്ങളെ കൂടുതൽ കടക്കണിയിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും തള്ളിവിടുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ കേരളത്തിൽ സംജാതമായി വരുന്നതെന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ധനമന്ത്രിയെ നേരിൽ കണ്ട് ഈ വിഷയം വ്യക്തമാക്കാനായി മന്ത്രി തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിസഭയിലും മുന്നണിയിലുമൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. ബജറ്റിൽ കുടിശ്ശിക തീർക്കാനും സഹായമില്ലാത്തത് മന്ത്രിയെ വളരെയധികം ചൊടിപ്പിച്ചു എന്നതാണ് മാധ്യമ റിപ്പോർട്ടുകളിലൂടെ വായിച്ചറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ പരസ്യമായി തന്നെ മന്ത്രി GR അനിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരണം കഴിഞ്ഞ് ധനമന്ത്രിക്ക് കൈകൊടുക്കാൻ പോലും തയ്യാറാകാതെയായിരുന്നു ഭക്ഷ്യമന്ത്രി ഇറങ്ങിപ്പോയത്. ബജറ്റ് സന്തുലിതമാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായമെന്ന് വ്യവസായ മന്ത്രി P രാജീവും പറയുന്നുണ്ട്. ഓരോ മന്ത്രിയും ആവശ്യപ്പെടുന്നത് സ്വന്തം വകുപ്പുകൾക്കുള്ള വലിയ വലിയ തുകകളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വകുപ്പുകൾക്കും പരിഗണന നൽകാനാണ് ധനമന്ത്രി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ബജറ്റിൽ CPI മന്ത്രിമാർക്ക് അതൃപ്തിയുള്ളതായി തനിക്ക് അറിയില്ല എന്നാണ് മന്ത്രി പറയുന്നത്. വിലക്കയറ്റം നിയന്ത്രിക്കാനായി വിപണി ഇടപെടലിനുള്ള നിർദ്ദേശങ്ങളാണ് നിലവിൽ ഭക്ഷ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ പോലും ധനവകുപ്പ് ഇതൊന്നും തന്നെ പരിഗണിച്ചിട്ടില്ല എന്നുള്ള പരാതിയും ഉയർന്നു കേൾക്കുന്നുണ്ട്. CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് സർക്കാർ ഫണ്ട് അനുവദിക്കുന്നതിൽ വിവേചനമുണ്ടായെന്നും ഫണ്ട് ചോദിച്ചു വാങ്ങാൻ മന്ത്രിമാർക്ക് കഴിയുന്നില്ല എന്നുള്ള വിമർശനം തന്നെയാണ് നിലവിൽ പാർട്ടിക്കുള്ളിലും ഉയർന്നു കേൾക്കുന്നത്. ഇതൊരു പരിധിവരെ ശരിയാണെന്നും പലരും പറയുന്നു. അതിനുള്ള ഒരു തുറന്ന തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം കാണുവാൻ സാധിച്ചത്. ഭക്ഷ്യവകുപ്പിന് മാത്രമല്ല മറ്റു വകുപ്പുകളിലും ഇതേ അവസ്ഥ തന്നെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.